ഈ കേസിൽ അതിജീവിത നിസ്സഹായി പോകുന്ന ഘട്ടങ്ങളുണ്ടായിരുന്നു. അവിടെ എല്ലാം എങ്ങനെയാണ് ഓരോ സാഹചര്യങ്ങളും അനുകൂലമായി വന്നത്? നോക്കൂ, പ്രകൃതിവാദിയാണെന്ന് പറഞ്ഞത് വെറുതെയല്ല. ഈ കേസിൽ 8ാമത്തെ പ്രതിയായി ദിലീപിലേക്ക് അന്വേഷണം എത്തുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. പക്ഷേ നിർണായക ഘട്ടത്തിൽ ആ തെളിവ് തന്നെ ഉണ്ടാക്കി വെച്ചു 8ാമത്തെ പ്രതി. പോലീസിന് മുഖ്യമന്ത്രിക്ക് തന്നെ അയച്ചിരിക്കുന്ന പരാതിയിൽ പറയുന്നൊരു ഭാഗമുണ്ട്. ഈ 1ാമത്തെ പ്രതി കത്തെഴുതി തന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്ന മട്ടിലുള്ള പരാതി. ആ പരാതിയിൽ തുടങ്ങുകയാണ് ടേണിംഗ് പോയിന്റ്. ഒരു പക്ഷേ 6 പ്രതികളിൽ മാത്രമായി ഒതുങ്ങിപ്പോകുമായിരുന്ന ഈ കേസിലേക്ക് പിന്നീട് ബാക്കി പ്രതികൾ എത്തിച്ചേരുന്നത് ഈ ഘട്ടത്തിലാണ്. അവിടെ മുതലാണ് ഈ അന്വേഷണത്തിനൊരു വലിയ ട്വിസ്റ്റ് ഉണ്ടാവുന്നത്. അതിനുശേഷം നോക്കൂ, ഈ 8ാമത്തെ പ്രതിയായ ദിലീപ് എഴുതുന്ന കത്ത്, ആ കത്തിനെ തുടർന്ന് നടത്തുന്ന അന്വേഷണം, ആ അന്വേഷണം 3 ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ ദിനേശ് കാശ്യപിനെ ഏൽപ്പിക്കുന്നു. ആ കാശ്യപ് അതിനുശേഷം ബാബുകുമാറിനെ ഏൽപ്പിക്കുന്നു. ബാബുകുമാർ ആ അന്വേഷണത്തിൽ ഈ പൾസ് സുനിയെ പോയി കണ്ട് ഈ കത്തിൻ്റെ വിശദാംശങ്ങൾ ചോദിക്കുമ്പോഴാണ് ബാക്കി എല്ലാ വിവരങ്ങളും ചുരുളഴിഞ്ഞു വരുന്നത്. സാധാരണ രീതിയിൽ ഇത്തരം ജയിലുകളിലെ ദൃശ്യങ്ങളൊക്കെ CCTV ദൃശ്യങ്ങളൊക്കെ മാഞ്ഞു പോകലാണ് പതിവ്. പക്ഷേ കോവിഡ് കാലമാണ്. ആ കോവിഡ് കാലമായതുകൊണ്ട് തന്നെ ആ ദൃശ്യങ്ങളൊന്നും അധികം മാറ്റപ്പെടാതെ അവിടെ സൂക്ഷിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. ജയിലിനുള്ളിൽ വളരെ നിർണായകമായ ചില തെളിവുകൾ അങ്ങനെ CCTV കൂടി സമ്മാനിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത്, പ്രകൃതിയുടെ വാദമാണ്. പ്രകൃതിക്ക് ഈ കേസ് ജയിച്ചേ മതിയാകൂ എന്ന് നിർബന്ധമുള്ളതുപോലെയായിരുന്നു ഈ അതിജീവിത നിസ്സഹായ ഘട്ടങ്ങളിലെല്ലാം സാഹചര്യങ്ങൾ ഒരു അനുഗ്രഹം പോലെ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്.